മുസ്ബത്ത് മൻഫിയെ കുറിച്ച് പഠിച്ചു. മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ബാത്ത് ചെയ്യുക. ഇസ്ബാത്ത് എന്ന് പറഞ്ഞാൽ സ്ഥിരീകരിക്കലാണ്. എന്തിനെ? ഒരു പ്രവർത്തനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നത് സ്ഥിരീകരിക്കുക. അവൻ എഴുന്നേറ്റു എന്ന് പറയുമ്പോൾ അത് മുസ്ബത്താണ്. യഖില, അവൻ ഉണർന്നു. യഖില ജുനൈദുൻ, ജുനൈദ് ഉണർന്നു. ഇതിൽ ഒരു കാര്യം നമ്മൾ സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത്. ജുനൈദ് ഉറങ്ങുകയായിരുന്ന ജുനൈദ് ഉണരുക എന്ന പ്രവൃത്തി ചെയ്തു. ആ പ്രോസസ്സ് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയാണ്. അതാണ് മുസ്ബത്ത്. ജുനൈദിന്റെ കൂടെ നബീൽ ഉറങ്ങുന്നുണ്ടായിരുന്നു. ജുനൈദ് യഖില ജുനൈദുൻ, ജുനൈദ് ഉണർന്നു. മാ നഖില നബീലുൻ, മാ നഖില അല്ല യഖില, മാ യഖില നബീലുൻ, നബീൽ ഉണർന്നിട്ടില്ല. അപ്പോൾ ഇവിടെ നബീൽ ഉണരുക എന്നത് സംഭവിച്ചിട്ടില്ല. അതിവിടെ സ്ഥിരീകരിക്കല്ല. എന്താ ചെയ്യുന്നത്? നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ സ്ഥിരീകരണ ക്രിയ. മുസ്ബത്തായ ഫിഇലിന് പറയാവുന്ന അർത്ഥം, ഒറ്റ വാക്കിൽ പറയാവുന്ന അർത്ഥം സ്ഥിരീകരണ ക്രിയ. മുസ്ബത്തായ ഫിഇൽ. മൻഫിയായ ഫിഇലാണ് നിഷേധക ക്രിയ. നിഷേധിച്ചു കളയുക. ചെയ്യുക എന്നത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഉണരുക എന്ന കാര്യം അവിടെ സംഭവിച്ചിട്ടില്ല, നടന്നിട്ടില്ല. തഅല്ലമ ഷിനാസുൻ, ഷിനാസ് പഠിച്ചു. ഷിനാസ് ഇങ്ങനെ ചെറിയ രൂപത്തിൽ ഇങ്ങനെ ഉറക്കിൻ്റെ ഒരു ക്ഷീണമുണ്ട്. തഅല്ലമ ഷിനാസ് എന്ന് പറഞ്ഞപ്പോൾ അവൻ ഒന്ന് ഉണർന്ന് തന്നെ, ഉറങ്ങായിരുന്നല്ല കേട്ടോ, ഒന്ന് ആക്റ്റീവായി. അപ്പോൾ ഷിനാസ് പഠിച്ചു എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥിരീകരിക്കലാണ്. മാ തഅല്ലമ, മാ തഅല്ലമ ഇല്ലാത്ത ആളെ പേര് പറയാനാണ്. മാ തഅല്ലമ നബീലായിക്കോട്ടെ, നബീലില്ലല്ലോ. മാ തഅല്ലമ നബീലുൻ, നബീൽ പഠിച്ചിട്ടില്ല. അപ്പൊ നബീലിന്റെ പഠിക്കുക എന്ന പ്രവർത്തനം നിഷേധിച്ചു കളയാണ്. അതുണ്ടായിട്ടില്ല. അവൻ പഠിച്ചിട്ടില്ല, എഴുന്നേറ്റിട്ടില്ല, അവൻ നിസ്കരിച്ചിട്ടില്ല, ക്ലാസ്സിന് നേരത്തെ തന്നെ വന്ന് പങ്കെടുത്തിട്ടില്ല. ഓക്കെ, ഇതാണ് മുസ്ബത്ത് മൻഫി. ഇനി രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ മുസ്ബത്ത് എന്താണെന്ന് മൻഫി എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാളിയായ ഫെയിലിലെ മുസ്ബത്തിനെ എങ്ങനെയാണ് മൻഫിയാക്കുക എന്നത് നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചു. എങ്ങനെയാണ്? മാളിയായ ഫെയിലിന്റെ തുടക്കത്തിൽ ഒരു മാ എന്ന അക്ഷരത്തെ ചേർത്ത് കൊടുക്കലാണ്. മാ എന്ന അക്ഷരത്തെ ചേർത്ത് കൊടുക്കലോടെ എന്തായി? മാളിയിലെ മുസ്ബത്ത് മൻഫിയായി മാറും അല്ലേ? അപ്പോ ജലസ, ഇരുന്നു എന്നാണ് അർത്ഥം. ഇരുന്നു, അത് മുസ്ബത്താണ്. അതിനെ മൻഫിയാക്കുമ്പോൾ എന്താണ് വരുന്നത്? എന്താ പറയാ? പെട്ടെന്ന് പറഞ്ഞോളൂ. മാ ജലസ എന്താ അർത്ഥം? എന്താണ് എല്ലാവരും ക്യാമറ ഓഫ് ചെയ്തത്? ഓൺ ആക്കോ? നാജിൽ, പി കെ, മുഹമ്മദ് പി കെ, മുഹമ്മദ് പി കെയുടെ പ്രൊഫൈൽ പിക്ചർ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇനി നിന്റെ മുഖം കാണട്ടെ. എല്ലാവരും ഇങ്ങനെ ലൈക്ക് അടിക്കുന്നെന്താ? ബെല്ലടിച്ച് പോവാനായോ? പെട്ടെന്ന് പറയട്ടെ. മൂന്നാം പാഠത്തിൽ നമുക്ക് പറയാനുള്ളത്, മൂന്നാം പാഠത്തിൽ മുളാരിആയ ഫിഇലിന്റെ മുസ്ബത്തിനെ എങ്ങനെ മൻഫിയാക്കാം എന്നതാണ് മൂന്നാം പാഠത്തിൽ പഠിക്കാനുള്ളത്. രണ്ടാം പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്, മാളിയായ ഫിഇലിലെ മുസ്ബത്തിനെ മൻഫിയാക്കുന്ന രൂപം പഠിച്ചു. ഇനി മൂന്നാം പാഠത്തിൽ പഠിക്കാനുള്ളത് മുളാരിആയ ഫിഇലിലെ മുസ്ബത്തിനെ മൻഫിയാക്കുന്ന രൂപമാണ്. നമ്മൾ മൂന്നാമത്തെ പാഠം എടുത്തുക്കാം. മൂന്നാമത്തെ പാഠം എടുത്തിട്ടുണ്ടോ? എനിക്കറിയാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചതാ. ഇല്ല. മതി. ഒരു ഇല്ല കേട്ടാ മതി, അല്ലെങ്കിൽ 2 ഇല്ല കേട്ടാ മതി. പിന്നെ ഒരുപാട് ഇല്ലകൾ അങ്ങനെ നഴ്സറി വിട്ട മാറി വരും. ആദ്യം ഇല്ല പറയാനാണ് മടി. പിന്നെ മുളാരിആയ ഫിഇലിലെ മുസ്ബത്തിനെ മൻഫിയാക്കാൻ തുടക്കത്തിൽ ലാ ചേർത്ത് കൊടുക്കലാണ്. മൂന്നാമത്തെ പാഠത്തിന്റെ അറബി ഒന്ന് ഞാൻ വായിക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ.
ഹെഡിങ് അദ്ദർസു സാലിസ് അൽ മുഅ്മിനു ലാ യക്ദിബ്. ഞാൻ തീരെ എടുത്തിട്ടില്ല എന്ന് പറയരുത്, കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, പൂർണ്ണമായി എടുത്തിട്ടില്ല എന്നുള്ളൂ. അൽ മുഅ്മിനു ലാ യക്ദിബ്, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ വിശ്വാസി, ലാ യക്ദിബു അവൻ കള്ളം പറയില്ല, കളവ് പറയുകയില്ല. ഇതാണ് ആ സെന്റൻസിന്റെ അർത്ഥം. ലാ യക്ദിബു അവൻ കളവ് പറയില്ല. അൽ മുഅ്മിനു യഷ്കുറുല്ലാഹ വറസൂലഹു വയസ്ദുഖു കുല്ല ഹീനിൻ വയഅമലുൽ ഖൈർ വയൻസുറുൽ മദ്ലൂമ വയർഹമുൽ ഫുഖറാ വഹുവ ലാ യക്ദിബ് വലാ യഖ്ദഅ വലാ യദ്ലിമു അഹദ. ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുസ്ലിമു അഖുൽ മുസ്ലിം ലാ യദ്ലിമുഹു വലാ യഖ്ദുലുഹു വലാ യഹ്ഖിറുഹു. ഇതാണ്. എന്താണ് ഇതിന്റെ ആശയം? ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയാം. അൽ മുഅ്മിനു യഷ്കുറുല്ലാഹ വറസൂലഹു, സത്യവിശ്വാസി അള്ളാഹുവിനും അവൻ്റെ റസൂലിനും ശുക്ർ ചെയ്യും. സത്യവിശ്വാസിയായ മനുഷ്യൻ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും നന്ദി പ്രകടിപ്പിക്കും, നന്ദി കാണിക്കും, ശുക്ർ ചെയ്യുന്നു എന്ന് പറയാം. വയസ്ദുഖു കുല്ല ഹീനിൻ എല്ലാ സമയത്തും അവൻ സത്യം പറയും. വയഅമലുൽ ഖൈറ അവൻ നന്മ ചെയ്യും. വയൻസുറുൽ മദ്ലൂമ അവൻ ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കും. വയർഹമുൽ ഫുഖറാ അവൻ ദരിദ്രരോട് കരുണ കാണിക്കും. വഹുവ ലാ യക്ദിബ് അവൻ കള്ളം പറയുന്നതല്ല. വലാ യഖ്ദഉ വഞ്ചിക്കുകയില്ല. വലാ യദ്ലിമു അഹദൻ ഒരാളെയും ആക്രമിക്കുകയില്ല. ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ മുസ്ലിം അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. എല്ലാ മുസ്ലിംകളും തമ്മിൽ സഹോദര സഹോദരിമാരാണ്. ലാ യദ്ലിമുഹു വലാ യഖ്ദുലുഹു വലാ യഹ്ഖിറുഹു അവനെ ആക്രമിക്കുകയോ, അതായത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ആക്രമിക്കുകയോ മോശമാക്കുകയോ നിസ്സാരമാക്കുകയോ ചെയ്യില്ല. ലാ യദ്ലിമുഹു അവൻ ആക്രമിക്കുകയില്ല, അവൻ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ആക്രമിക്കുകയില്ല. വലാ യഖ്ദുലുഹു അവനെ മോശമാക്കുകയില്ല, അവൻ്റെ സ്ഥാനം കുറച്ചു കാണിക്കുക, പരിഹസിക്കുക, കളിയാക്കുക, ഇടിച്ചു താഴ്ത്തുക, അങ്ങനെയൊന്നും ചെയ്യില്ല. വലാ യഹ്ഖിറുഹു നിസ്സാരമാക്കുകയോ ചെയ്യുകയില്ല. ലാ യദ്ലിമുഹു ആക്രമിക്കുകയില്ല, ലാ യഖ്ദുലുഹു മോശമാക്കുകയില്ല, ലാ യഹ്ഖിറുഹു നിസ്സാരമാക്കുകയില്ല. ഓക്കെ, ഇതിൽ നമ്മൾ പഠിച്ചത് എന്താ? വളരെ ഷോർട്ടായിട്ട് പഠിച്ചത്, മുദാരിയായ ഫിഅലിൽ നിന്ന് മുസ്ബത്തിനെ മൻഫിയാക്കാൻ തുടക്കത്തിൽ ലാ ചേർത്ത് കൊടുക്കുക. ഇത്രയും ഭാഗമേ ഇന്ന് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറഞ്ഞ ഭാഗത്തിൻ്റെ അർത്ഥങ്ങൾ ഞാൻ ഗ്രൂപ്പിൽ അയക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ച് ഓർമ്മപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് ഈ അടുത്ത ഭാഗം വായിച്ചു നോക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ മക്കൾക്കും നല്ല അനുസരണയും അച്ചടക്കവും ബുദ്ധിശക്തിയും ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കട്ടെ. നിസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ നല്ല കൃത്യമായി വൈകാതെ തന്നെ അള്ളാഹുവിന് വേണ്ടി തന്നെ നിർവഹിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 3 സ്വലാത്ത് ബൈത്തോടെ പിരിയാം. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് وأهل البدر يا الله. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله.